ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ മുതുവിലാക്കാട് കിഴക്ക് തൊളിക്കലേലായുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന തോട്ടിലെ നീരൊഴുക്ക് നിലച്ചു. ഇതുമൂലം കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കർഷകർ എത്തിയിരിക്കുകയാണ്. തൊളിക്കൽ ചേലൂർ പുഞ്ചത്തോട് വൃത്തിയാക്കണമെന്നും ഏലായിലെ കാട്ടുപന്നി ശല്യത്തിനെതിരെ നടപടി വേണമെന്നും മുതുവിലാക്കാട് തുരുത്തിക്കര പാടശേഖര സമിതി ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ നടപ്പായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് കർഷകരുടെ ആലോചന. കുന്നത്തൂർ പഞ്ചായത്തിലെ ഒരു നെൽകൃഷി കർഷകനാണ് ഞാൻ. വർഷങ്ങളായിട്ട് എനിക്കുള്ള ചെറുപ്രായം മുതലേ ഇവിടെ നെൽകൃഷി ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ഇപ്പം 4-5 വർഷമായിട്ട് ഇവിടെ നെൽകൃഷി ചെയ്യാൻ ഒക്കുന്നില്ല. 5000 ടൺ നെല്ല് വരെ ഇവിടുന്ന് ഈ ഏലായിൽ നിന്ന് കൊയ്ത് കയറിയാണ്. ആ സ്ഥാനത്ത് ഈ കൊല്ലം കൊയ്ത് 250 കിലോ നെല്ല. ഒരു കാരണവശാലും ഇവിടെ കൃഷി ചെയ്യാൻ ഇവിടെ ഇതേപോലെ വെള്ളം കെട്ടിക്കിടന്ന് ഞങ്ങളിവിടെ കർഷകരെ, മുതലാക്കാടുള്ള കർഷകരും തുരുത്തിക്കരയുള്ള കർഷകരും കൂടെ കൂടി ജങ്കാർ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ചേരുവക്കായർ മുതൽ ഞങ്ങൾ ഇവിടം വരെ തെളിച്ചേമിച്ച് അന്ന് 3 കൊല്ലം ഞങ്ങൾ ഇവിടെ കൃഷി നടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശാസ്താംകോട്ട പഞ്ചായത്തിനും കുന്നത്തൂർ പഞ്ചായത്തിനും ഞങ്ങൾ ദിവസങ്ങളോളം കയറി ഇറങ്ങി നടന്ന് ഈ തോടം തെളിച്ച് തരണം. വർഷത്തിൽ ഒരു വട്ടമെങ്കിലും തെളിച്ചതാണ്. അതേസമയം തൊഴിലുറപ്പാരെ കൊണ്ട് അവർ തെളിക്കുമെന്ന് പറഞ്ഞിട്ട് വരും. അവർ ഇവിടുന്ന് വന്നു വെച്ചാൽ അവിടം വരെ എന്തോന്ന് മാന്തി വെക്കുന്നതിൻ്റെ കൂട്ട് ഒന്ന് മാന്തി വെക്കും, കയറിപ്പോകും. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ മുതുവിലാക്കാട് കിഴക്ക് തൊളിക്കൽ ഏലായുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന തോട് കാട് കയറി കിടക്കുന്നതിനാലാണ് നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചത്. ഇതുമൂലം കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ തന്നെ നേരത്തെ തോട് വൃത്തിയാക്കി നെൽകൃഷി ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് കർഷക കൂട്ടായ്മയുടെ പരാതി. ഞാനൊരു 10,000 വാഴയോളം കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ കനാൽ തുറന്നുകൊണ്ട സമയത്ത് നമ്മുടെ തോട് മുങ്ങി കൃഷിയെല്ലാം നല്ല വെള്ളത്തിലായിരിക്കുക, വാഴയെല്ലാം പഴുത്തു തുടങ്ങി. അതിനാൽ നമ്മൾ തോട് തെളിക്കാൻ ഈ 2 പഞ്ചായത്ത്, ഇത് ഈ തുളിക്കൽ ചേലൂർ പുഞ്ചയിലോട്ട് പോകുന്ന ഈ തോടിൻ്റെ രണ്ട് പഞ്ചായത്താണ്, ഈ ശാസ്താംകോട്ടയും കുന്നത്തൂർ പഞ്ചായത്താണ്. ഈ 2 പഞ്ചായത്ത് അധികാരികളോട് കൂട്ടായിട്ട് തീരുമാനിച്ച് തെളിക്കാനുള്ള അനുവാദം ഉണ്ടാക്കി തരുക എന്നുള്ള ഫണ്ട് അനുവദിച്ച് തരണം. അത് ഞങ്ങൾ 4 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ജങ്കാറ് കൊണ്ട് ആലപ്പുഴ ജങ്കാറ് കൊണ്ട് തെളിച്ചതാണ്. അന്നാണെങ്കിൽ 2 വർഷം നല്ലോണം കൃഷി ചെയ്യാൻ പറ്റി. ഇപ്പോൾ വീണ്ടും അത് ശക്തമായ രീതിയിൽ നിലനിന്നിരിക്കുകയാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന എനിക്ക് 50 സെൻറ്റ് നിലമുള്ളതാണ് ഈ ചേലു പുഞ്ചയോട് ചേർന്ന ഈ ഭാഗമാണ് തുളിക്കലിൻ്റെ അവസാന ഭാഗം. തോടിൻ്റെ 2 സൈഡിലും എനിക്ക് നിലമുണ്ട്. പക്ഷേ ഇപ്പോൾ കൃഷി ചെയ്യാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയാണ്. സെപ്റ്റംബറിലും ഒക്ടോബർ നവംബറിലൊക്കെ ആകുമ്പോഴത്തേന് കനാൽ തുറക്കും. അന്നൊരു ജൂണിൽ ഒരേപോലെ ഈ തോട്ടിൽ നിറയെ വെള്ളം കിടക്കും. വെള്ളം ഒഴുകി ചേലുകായലിലോട്ടാണ് പോകേണ്ടത്. ആ തോടിൻ്റെ 2 സൈഡും DR കെട്ടി ആ വെള്ളം ഒഴുക്കി വിടാൻ, കാട് തെളിച്ച് വെള്ളം ഒഴുക്കി വിടാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റാത്ത 2 പഞ്ചായത്തായിപ്പോയി. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ശാസ്താംകോട്ടയിലെ ബന്ധപ്പെട്ടവരുടെ നടപടി മൂലം കർഷകർ ദുരിതത്തിലായിട്ടുള്ളത്. തൊളിക്കൽ ചേലൂർ പുഞ്ചത്തോട് തെളിച്ച് വൃത്തിയാക്കാത്തതിന് എതിരെയും ഏലായിലെ കാട്ടുപന്നികളെ നശിപ്പിക്കാൻ നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് മുതുവിലാക്കാട് തുരുത്തിക്കര പാടശേഖര സമിതി രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഈ തൊളിക്കൽ ഏലായിലെ ഒരു കർഷകനാണ്. വർഷങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകനാണ്. എൻ്റെ കൃഷി ഇപ്പോൾ ഒരു 60% നശിച്ചു കിടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പന്നി ശല്യം, പിന്നെ അതിൻ്റെ കൂടെ ഈ വെള്ളക്കെട്ട്. അപ്പം ഞങ്ങൾ ഈ ഏലായിലെ കുറച്ച് കർഷകരെല്ലാം കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്തു. അതാണ്ട് ഈ ഫ്ലെക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം എടുത്തേക്കുന്നത്. ഇത് പല അധികാരികളെടുത്ത് അറിയിക്കുകയാണ്. എന്നിട്ട് യാതൊരുവിധ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ നേരത്തെ ഈ ചേലൂർ പുഞ്ച വരെയുള്ള സ്ഥലങ്ങൾ മൊത്തം കൃഷിയാണ്. ഇപ്പോൾ ഒരു 90% അത് നിലച്ചിരിക്കുകയാണ്. ഈ ഒരു പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ജോലിക്കാരെ കിട്ടാത്തത്, അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇത് പല അധികാരികളെടുത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പരാതി നൽകുകയാണ്. പക്ഷേ ഇതേവരെ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. കൃഷി നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കർഷകരും കുടുംബാംഗങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ്. ലോൺ എടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. പക്ഷേ പന്നിയുടെ ശല്യം കാരണത്താൽ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 10-75 വാഴ ഒടിഞ്ഞുപോയി. ബാക്കി അതിയായ കാറ്റ് മൂലവും 200 വാഴ കാറ്റത്ത് ഒടിഞ്ഞുപോയി. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 പൈസയുടെ മുതൽ പോലും എനിക്ക് കിട്ടിയില്ല. ഈ പ്രാവശ്യം വാഴ നട്ട് അതും 3/4 ഭാഗവും പന്നി ഒടിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കണ്ടത്തിൻ്റെ പാത്തിയിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. തോടും മൊത്തം നശിച്ച് കാട് കയറി മൂടിക്കിടക്കുക. അത് കാരണത്താൽ വെള്ളം ഒഴുകുന്നില്ല. വെള്ളം ഒഴുകാതെ വന്നപ്പോൾ പാത്തികളിൽ വെള്ളം നിറഞ്ഞിട്ട് വാഴ പഴുത്ത് നശിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മദ്യപാനക്കാരുടെ അത് വേറൊരു ശല്യം. വെള്ളം പോലും ഒഴുകുന്നില്ല. പിന്നെ അതിനുപരി
ഈ കാർഷിക മേഖല സ്തംഭിക്കാൻ പ്രധാന ഘടകമെന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ മെയിൻ കാരണം. ഒരു തൊഴിലാളിയെ വിളിച്ച് ഇന്നത്തെ കാലത്ത് തൊഴിൽ ജീവിക്കാനൊക്കത്തില്ല. പിന്നെ അതിന് ഒരു ഈ വെള്ളം വന്ന് അടിയിലോട്ട് താഴോട്ട് ഒഴുകേണ്ടുന്ന വെള്ളം ഇവിടെ കെട്ടിക്കിടന്ന് പിന്നെ ഈ പ്രദേശം മൊത്തം വെള്ളത്തിന്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.